പ്രത്യേകതയുള്ള കുറവലങ്ങാട്, കടപ്പൂക്കരക്കാരുടെ അവകാശം ആവർത്തിക്കപ്പെടുന്ന കുറവലങ്ങാട് ഇതാ ആണ്ടുവട്ടത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന കപ്പൽ പ്രദക്ഷിണം 1 മണിക്കൂർ നീണ്ട പ്രയാണത്തിന് ശേഷം സമാപനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആയിരക്കണക്കായ കടപ്പൂർ നിവാസികൾ അവരുടെ കരങ്ങൾ ഒരേ വേഗത്തിൽ ഒരേ താളത്തിൽ ചലിപ്പിക്കുന്നതോടുകൂടി യോനാ പ്രവാചകന്റെ നിനവേ യാത്രയുടെ ദീപ്ത സ്മരണകളെ ഭക്തസഹസ്രങ്ങളിലേക്ക് സമ്മാനിക്കുന്ന കപ്പൽ പ്രദക്ഷിണം സമാപനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതാ 1 മണിക്കൂർ നീണ്ട പ്രദക്ഷിണം സമാപിപ്പിച്ചുകൊണ്ട് കടപ്പൂർ നിവാസികൾ കപ്പൽ ദേവാലയത്തിലേക്ക് തിരികെ പ്രതിഷ്ഠിക്കുകയാണ്. കപ്പലിന്റെ കൊടിമരം താഴ്ത്തി ദിവികാരുണ്യനാഥന്റെ സന്നിധിയിൽ കരങ്ങൾ കൂപ്പി നന്ദി പറഞ്ഞുകൊണ്ട് കപ്പലിതാ വലിയ പള്ളിയുടെ ആനവാതിലിലൂടെ പള്ളിയുടെ അകത്തേക്ക് തിരികെ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടി പ്രവേശിക്കുകയാണ്. ജനത്തിന് അഭിമുഖമായാണ് കപ്പൽ ദേവാലയത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതും പ്രതിഷ്ഠിക്കുന്നതും. പിതാവായ ദൈവത്തിന്റെ തിരുസ്വരൂപം കപ്പലിന്റെ മധ്യഭാഗത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന കപ്പൽ ലോകത്തിൽ ഒരിടത്തും ഒരാൾക്കും അവകാശപ്പെടാനില്ലാത്ത കപ്പൽ പ്രദക്ഷിണത്തിന് സാക്ഷികളാകാൻ കഴിഞ്ഞതിൽ ത്രിയേക ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നമുക്ക് നന്ദി പറയാം. കുറവലങ്ങാട്ട് തിരുനാൾ കൂട്ടായ പരിശ്രമങ്ങളുടെ കൂട്ടായ പ്രയത്നത്തിന്റെ പ്രാർത്ഥനയുടെ പിൻബലത്തിലാണ് നടത്തുന്നത്. സംസ്ഥാന ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, പള്ളി യോഗ പ്രതിനിധികൾ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ, ലക്ഷോപലക്ഷം വരുന്ന മുത്തിയമ്മയുടെ മക്കൾ ഒരുമിച്ചു ചേർന്നാണ് തിരുനാളിന് ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുക. ജാതിയും മതവും കക്ഷിയും രാഷ്ട്രീയവും ഒക്കെ പൂർണ്ണമായും മാറ്റിവെച്ചുകൊണ്ട് മതസൗഹാർദ്ദത്തിന്റെ വിളനിലമായ കുറവലങ്ങാട് 3 നോമ്പ് തിരുനാളിലൂടെ ഉദ്ഘോഷിക്കുന്നതും സമ്മാനിക്കുന്നതും ദൈവാനുഗ്രഹത്തിന്റെ നിമിഷങ്ങളാണ്. കൂട്ടായ പരിശ്രമത്തിന്റെ കൂട്ടായ അധ്വാനത്തിന്റെ സമാപനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ തിരുനാളിന് വേണ്ടി പ്രധാന തിരുനാളിന്റെ ക്രമീകരണങ്ങൾക്ക് വേണ്ടി നേതൃത്വം നൽകി അവകാശങ്ങളെ അഭിമാനവും ദൈവ തിരുസന്നിധിയിൽ സമ്മാനിച്ചവരെ നമുക്ക് നന്ദിയോടുകൂടി ഓർമ്മിക്കാം. അവർക്ക് വേണ്ടി, അവരുടെ പ്രയത്നങ്ങൾക്ക് വേണ്ടി, പരിശ്രമങ്ങൾക്ക് വേണ്ടി, കഠിനാധ്വാനത്തിന് വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി കുറവലങ്ങാട് മുത്തിയമ്മയുടെ മധ്യസ്ഥതയിലൂടെ ത്രിയേക ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശ്രമങ്ങൾ നടത്തിയവരെ, നേതൃത്വം നടത്തിയവരെ, അവരുടെ നിയോഗങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കുറവലങ്ങാട് ചരിത്രത്തിന്റെ മാതൃപ്രതിഷ്ഠീകരണത്തിന്റെ വിടലമായി തെളിവായി പറ്റാത്ത നീരുറവയുള്ള പുണ്യഭൂമിയാണ് കുറവലങ്ങാട്. നസ്രാണികളുടെ പെറ്റമ്മയും ഒറ്റമ്മയുമാണ് കുറവലങ്ങാട്. സീറോ മലബാർ സഭയിലെ ആദ്യ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവി ലഭിച്ച ദേവാലയമാണ് കുറവലങ്ങാട്. ഇടവകാരിക്ക് ആർച്ച് പ്രീസ്റ്റ് പദവി ലഭിച്ച ആദ്യ ദേവാലയമാണ് കുറവലങ്ങാട്. ഈശ്വരശീലായി മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി മരണമരിച്ച വിശുദ്ധ പുരുഷന്റെ തിരിച്ചേൽപ്പ് സൂക്ഷിക്കുന്ന ദേവാലയമാണ് കുറവലങ്ങാട്. പോർച്ചുഗീസ് ശില്പകലയുടെ വൈദഗ്ധ്യം വിളിച്ചോടുന്ന പ്രധാന അടിസ്ഥാനമുള്ള ദേവാലയമാണ് കുറവലങ്ങാട്. 13 നൂറ്റാണ്ടുകാലം അഭിവൃദ്ധ ക്രൈസ്തവ സഭയുടെ നേതൃത്വത്തിൽ ആർക്കിയോസ്മാരുടെ സാന്നിധ്യത്തിൽ
വിശേഷിപ്പിച്ച പുണ്യഭൂമിയാണ് കൊടുമലനാട്. മലബാർ പാരമ്പര്യത്തിന്റെ ഗർഭഗൃഹമെന്ന് സത്യം വിളിച്ചു പറയുകയും സത്യത്തിന്റെ സംരക്ഷകരാകുകയും ചെയ്യുമെന്ന് പാലാറുമുതൽ അധ്യക്ഷൻ അഭിമന്യമാർ ജോസഫ് കലറങ്ങാട്ടിൽ വിശേഷിപ്പിച്ച പുണ്യഭൂമിയാണ് കൊടുമലനാട്. ഇതാ പ്രദക്ഷിണങ്ങളുടെ സമാപനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വലിയ യാത്രാമണ്ഡലത്തിന്റെ നമുക്ക് സാക്ഷികളാകാം.